38 ആള് കഞ്ചാവ് കൊണ്ടുപോയിട്ട് അവിടെ അറസ്റ്റിലുള്ളത്. അവരെ കാണാൻ പറ്റുന്നില്ല. നമ്മളെ ബന്ധുക്കളാരും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന്. അതിന് ഗവൺമെന്റ് എന്ത് പറഞ്ഞാല് പറയേണ്ടത് എന്തറിയോ? ഞാൻ ഗവൺമെന്റിനോട് പറയുന്നത് എന്താ പറഞ്ഞാല്, ഇവിടുന്ന് അവിടുത്തെ എംബസി ആയിട്ട് കളക്ഷൻ ആക്കണം. കളക്ഷൻ ആക്കിയിട്ട് ഇവിടുന്ന് ആര് അവരെ ആ ചെക്കനെ പിന്നെ ഈ പിന്നെ ഗഞ്ചാബാടൊന്ന് പിടിച്ചില്ലേ, ഈ പിടിച്ച പാർട്ടിനോട് എംബസി വകയായിട്ട് ആ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് എംബസിന്റെ ആളോട് ചോദിക്കണം, ഇത് ആര് മോനെ നിന്നെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നിനക്ക് ആര് ഈ ഗഞ്ചാബ് ആര് തന്നിനെന്ന് ചോദിക്കണം. ആ ചോദിച്ചിട്ടായിട്ട് ഇന്ന ആളെന്ന് പറഞ്ഞാൽ അവന്റെ അഡ്രസ്സ് പിടിച്ചിട്ട് അവനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഈ ഗവൺമെന്റ് കൊണ്ടുപോകണം. അവിടെ എംബസി മുഖാന്തരം എംബസി അതിൽ ഇടപെട്ടിട്ട് ഇവിടുന്ന് ആര് നിന്റെ പിന്നെ ഗഞ്ചാബ് തന്നെന്ന് ചോദിക്കണം. അവരോട് ചോദിച്ചിട്ട് വേറെ ആർക്കും പോകാൻ പറ്റില്ല. എംബസി ഇടപെട്ടിട്ട് ആ പിന്നെ ഗഞ്ചാബ് ആര് തന്നെന്ന് പറഞ്ഞിട്ട് ഓനെ ഇവിടുന്ന് നാട്ടിലെ ആളറിയണം. അറിഞ്ഞിട്ട് ഇവിടുന്ന് ഈ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യണം. ഓനെ അറസ്റ്റ് ചെയ്തിട്ട് ഗൾഫിലേക്ക് ഏൽപ്പിച്ചിട്ട് അവനെ വിട്ടിട്ട് കൊണ്ടുവരണോ. അവൻ നിരപരാധിയെങ്കിൽ അവന് വിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവന് നിയമം ഉണ്ടല്ലോ, അവന്റെ ശിക്ഷ അത് ആടെ നിയമം. അവനെ ഇനി സമ്പാദിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം പറയാം. രണ്ടാമത് എന്താ പറഞ്ഞാൽ നമ്മ ഈ തലമുറ ഇപ്പൊ വലിയ ആള് വലിക്കുന്ന ബീഡി വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്നത് കണ്ടുകൊണ്ടതാണ് ചെറിയ പ്രായക്കാരെ വലിക്കുന്നത്. അപ്പൊ ചെറിയ പുള്ളരോട് പറയുന്നത് നിങ്ങൾ വലിക്കുന്നില്ലേന്ന്. അത് പുകവലി. ഈ പുകവലി വലിക്കുന്ന പുള്ളന്മാരോട് എങ്ങനെ ചെല്ലുന്നങ്ങനെ ഞമ്മ വലിക്കുന്നില്ല. അതുകൊണ്ട് ആ പുള്ളന്മാർ എന്ത് വലിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ദൂരത്ത് നിന്ന് കാണുമ്പോൾ വലിക്കുന്ന കാണാൻ നമുക്കറിയോ, പറയാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞാല് ഞമ്മ എല്ലാവരും ഒരുങ്ങണം. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർക്ക് സാക്ഷി ഇല്ലെങ്കിൽ ഓർ കേസ് എടുക്കില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓർക്ക് സാക്ഷി വേണം. നിങ്ങൾ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ പിടിച്ച് കൊണ്ടുപോകും, വൈകുന്നേരം പെടും. കാരണം ഒരു സാക്ഷിയില്ലാതെ നിങ്ങൾ സാക്ഷി ഒരാളുണ്ടെങ്കിൽ ഓർ അറസ്റ്റ് ചെയ്യും, കേസെടുക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ പരിസരത്ത് ഇങ്ങനത്തെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏട്ടനന്യന്മാരില്ല, ഇളയപ്പാന്റെ മോനില്ല, മൂത്താന്റെ മോനില്ല, നമ്മൾ സ്വന്തം നമ്മളെ അന്യന്മാരായാലും നമ്മൾ കാണിച്ചു കൊടുക്കണം എല്ലാവരും. അന്നെങ്കിലേ മുന്നോട്ട് പോകും. ഇനി തലമുറ ഇനി ചെറിയ പള്ളന്മാർ ഇനിയിപ്പം എന്തറിയോ, ഇനി സ്കൂളിലാക്കുമ്പോൾ തന്നെ പുള്ളറോട് കാരണം നമ്മളെ പുള്ളന്മാർ 6-7 വയസ്സ് കഴിയുമ്പോൾ തന്നെ ബായി മണിപ്പിക്കേണ്ടി വരുമെന്നിപ്പോ പുരയിൽ വന്നിട്ട് അതിന് മണിപ്പിക്കണം.